latest trends in Malayalam poetry. Welcome, sir. This is for your information. Mr. Ramesh Manyar will be the moderator for the session. Stage is all yours, sir. Thank you. എല്ലാവർക്കും നമസ്കാരം. സമകാലിക മലയാള കവിതയിലെ പുതിയ ട്രെൻഡുകളെക്കുറിച്ചുള്ള ഒരു പാനൽ ഡിസ്കഷനാണ് ഇവിടെ നടക്കുന്നത്. സമകാലിക മലയാള കവിതയെക്കുറിച്ച് അതേ കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള അതിൻ്റെ പരിധികളും പരിമിതികളും ഒക്കെ തന്നെ ഈ ചർച്ചയുടെയും ഭാഗമാണ് എന്ന് ആദ്യമേ പറഞ്ഞു വെക്കട്ടെ. ഒരു കാലഘട്ടത്തെക്കുറിച്ച് അതേ കാലഘട്ടത്തിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും അതിൻ്റെ ഒരു പാനറോമിക് വ്യൂ എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യമാവും എന്നുള്ളതൊരു വിഷയമാണ്. എന്നാലും അതിൻ്റെ വൈവിധ്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുക, പ്രതിനിധീകരിക്കുക എന്നുള്ളതാണ് ഒരു പരിധിവരെ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം. 50 മിനിറ്റാണ് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ആ 50 മിനിറ്റിൽ നിന്നുകൊണ്ട് ഏതാണ്ട് ചുരുങ്ങിയത് പലപ്പോഴും പരാമർശിക്കപ്പെടുന്ന, വിലയിരുത്തപ്പെടുന്ന ഒരു 30 വർഷത്തെ മലയാള കവിതയുടെ ജൈവപരിണാമങ്ങളെ സൂചിപ്പിക്കുക, അതിൻ്റെ കൈവഴികളെ പറഞ്ഞു പോവുക, പരിചയപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും സമകാലിക മലയാള കവിതയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്ക് പുതുകവിത എന്നുള്ളതാണ്. കവിതയെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും പരിചയമുള്ളൊരു വാക്കുകൂടിയാണത്. എല്ലാ കാലത്തും കവിതയുടെ ഒരു സമകാലിക കവിത ഉണ്ടായിരുന്നു. പക്ഷേ സവിശേഷമായി പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 30 വർഷക്കാലത്തെ സൂചിപ്പിക്കുന്ന സമയത്ത് വളരെ കൂടുതൽ ഉപയോഗിച്ച് കണ്ടിട്ടുള്ള ഒരു വാക്ക് അത് പുതുകവിത എന്നുള്ള വാക്കാണ്. ആ വാക്കിനെ ചൊല്ലി തന്നെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സമീപ കവിത എന്ന് ആ കവിതയെ സൂചിപ്പിക്കാമെന്നും മറ്റു പേരുകൾ പലപ്പോഴും ഞാൻ എൻ്റെ വായനയിൽ, എൻ്റെ നിരീക്ഷണങ്ങളിലൊക്കെ മുൻപോട്ട് വെച്ചിട്ടൊരു വാക്ക് അവതരണ കവിത എന്നുള്ള, ഇതിലേക്കൊക്കെ വരാം. എങ്ങനെയാണ് മലയാള കവിത മാറിയത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ മലയാള കവിതയിൽ എന്ത് മാറ്റമുണ്ടായി എന്ന് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് മലയാള കവിതയെ മാറ്റങ്ങളിലേക്ക് നയിച്ച സവിശേഷമായ സാഹചര്യങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കവിതയെ അതിൻ്റെ കവിത മാത്രമായിട്ട് മാറുന്നില്ല, സാമൂഹ്യ ജീവിതം മാറുമ്പോഴാണ് കവിതയിൽ മാറ്റം വരുന്നത് എന്ന് മനസ്സിലാവുന്ന ആളുകൾ പൊതുവെ പറയാറ്. ഞാനും ആ രീതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. മലയാളിയുടെ സാമൂഹ്യ ജീവിതം മാറിയത് കൊണ്ടാണ് മലയാള കവിത മാറിയത്, അല്ലാതെ ഇത് സാഹിത്യത്തിൽ മാത്രമായി, കവിതയിൽ മാത്രമായ ഒരു മാറ്റം സാധ്യമല്ല. അങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് വേരുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ 90കളോടുകൂടി വികസിച്ചു വന്നിട്ടുള്ള വലിയ പ്രവണതകളെ, പുതിയ പ്രവണതകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മധ്യവർഗം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട, അതിന് താഴേക്കിടയിലുള്ള വിഭാഗത്തെയും സമ്പന്നരായ വിഭാഗത്തെയൊക്കെ ലയിപ്പിച്ചുകൊണ്ട് ഒരു വലിയ മധ്യവർഗം ഉണ്ടായി വന്നിട്ടുണ്ട് എന്നുള്ളത് പലരും നിരീക്ഷിച്ചിട്ടുള്ള കാര്യമാണ്. അത് കവിതയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ പുതിയ കവിതയിലേക്ക് നയിച്ച പല കാരണങ്ങളിലൊന്ന് ഈ മധ്യവർഗത്തിൻ്റെ വികാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ മാറ്റത്തെ ഒരുപക്ഷെ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 5 പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് സൂചിപ്പിക്കാമെന്ന് തോന്നുന്നു എനിക്ക്. കവിത എങ്ങനെ മാറി എന്നതിൻ്റെ സൂചന കൂടിയാണ്. എങ്ങനെയാണ് അത് പുതിയ ഇടങ്ങളിലേക്ക്, പുതിയ ട്രെൻഡുകളിലേക്ക് എത്തിപ്പെട്ടത് എന്നതിൻ്റെ സൂചന കൂടിയാണത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വിജില എന്ന് പറയുന്ന മലയാളത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കവിയത്രിയുടെ സമാഹാരത്തിൻ്റെ തുടക്കത്തിൽ ടി.പി. രാജീവൻ എന്ന് പറയുന്ന കവി പറയുന്നൊരു വാചകമുണ്ട്. ആ വാചകം കവിത സാധ്യമല്ല എന്നുള്ളതാണ്. കവിത ഇനി സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. ജീവിതത്തിൽ മലയാളികൾ കൈവരിച്ചിട്ടുള്ള മാറ്റങ്ങൾ, മലയാളിയുടെ ജീവിതം മാറിയതിൻ്റെ വേഗത കവിതയിൽ ആവിഷ്കരിക്കാൻ സാധിക്കില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് ടി.പി. രാജീവൻ ആ പരാമർശം നടത്തുന്നത്. നമുക്കറിയാം, മലയാളിയുടെ കവിത മാറിയതിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മലയാളിയുടെ ജീവിതത്തിനുണ്ടായ വേഗതയാണ്. മലയാളിയുടെ ജീവിതത്തിനുണ്ടായ വേഗതയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് പരാമർശിക്കാതെ പറയാൻ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. 80കളിൽ തുടങ്ങി 90കളിൽ നമ്മുടെ ഒരു സാമൂഹ്യ അനുഭവമായിട്ട് മാറി. 2000-ൽ 286 kbps-ലെത്തി. 2010-ഓടുകൂടി 3G-യിലേക്ക്, പിന്നീട് 4G-യിലേക്ക്, 5G-യിലേക്ക് മാറിയ ഇൻ്റർനെറ്റിൻ്റെ കടന്നുവരവ് എന്ന് പറയുന്നത് എത്രയോ മനുഷ്യരെ കവിതയിലേക്ക് നയിച്ച സാങ്കേതികമായിട്ടുള്ള ഒരു മാറ്റമാണെങ്കിൽ കൂടി കവിതയിലേക്ക് മനുഷ്യരുടെ കുത്തൊഴുക്കുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇൻ്റർനെറ്റിൻ്റെ വളർച്ച എന്ന് പറയുന്നത്.
ഇപ്പോൾ ഇൻ്റർനെറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രവാസം എന്ന് പറയുന്ന ഒരു അനുഭവം. പ്രവാസത്തിൻ്റെ സാധാരണഗതിയിൽ ഇതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ നിരീക്ഷകർ പറയുന്നൊരു കാര്യം, മലയാളിയുടെ പ്രവാസവുമായി ബന്ധപ്പെട്ട് പ്രവാസത്തിൻ്റെ 5 തലമുറകളെക്കുറിച്ചുള്ള സൂചനകൾ പറയുന്നുണ്ട്. 1945 മുമ്പ്, 2ാം ലോക മഹായുദ്ധത്തിന് മുമ്പുള്ള ഒരു തലമുറ തുടങ്ങിയിട്ട് ഏതാണ്ട് 1975 മുതൽ 92 ഗൾഫ് വാർ വരെ നീണ്ടു നിൽക്കുന്ന പ്രവാസത്തിൻ്റെ 4ാം തലമുറ മലയാളിയുടെ ജീവിതത്തെ മാറ്റിത്തീർത്ത ഒരു വലിയ അനുഭവമാണ്. കാരണം ഏറ്റവും പ്രധാനമായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ലേബറേഴ്സ് മറ്റ് നാടുകളിലേക്ക് പോയിട്ട്, യൂറോപ്പ് ഉൾപ്പെടെയുള്ള, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് പോയിട്ട് സമഗ്രമായിട്ടുള്ള ജീവിതാനുഭവങ്ങളുമായി തിരിച്ചു വന്നിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. മലയാളിയുടെ സാമ്പത്തിക നിലയെ മാത്രമല്ല, മലയാളികളുടെ ആർക്കിടെക്ചറിനെ മാത്രമല്ല, സമഗ്രമായിട്ട് മലയാളികളെ മാറ്റി പണിതതിന് പിന്നിൽ ഈ പ്രവാസത്തിൻ്റെ 4ാം തലമുറയും 92-ന് ശേഷം വന്നിട്ടുള്ള 5ാം തലമുറയും നിർണായകമായി എന്നുള്ള വായനകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രവാസവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഏത് രീതിയിലാണ് കവിതയിൽ അത് മാറ്റം കൊണ്ടുവന്നിട്ട് നമുക്കറിയാം. അതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ പ്രവാസം എന്ന് പറയുന്നത് വളരെ സവിശേഷമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന, ഒരുപക്ഷെ മലയാളിയെ ഒരു ലോക മലയാളിയാക്കി മാറ്റിയതിന് പിന്നിൽ, ലോകാനുഭവങ്ങളിലേക്ക് മാറ്റിയതിന് പിന്നിൽ ഈ പ്രവാസം ഉണ്ട് എന്ന് പറയേണ്ടി വരും. മറ്റൊന്ന്, പൊതുമണ്ഡലത്തിൻ്റെ, കേരളത്തിൽ സവിശേഷമായി പറഞ്ഞാൽ പൊതുമണ്ഡലത്തിൻ്റെ ഒരു വികാസം. ഈ പൊതുമണ്ഡലത്തിൻ്റെ വികാസം എന്നുള്ളത് ഒരു പരിധിവരെ നമുക്ക് ടി വിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പക്ഷേ നമ്മൾ മറ്റൊരു മലയാളിയെ കാണുന്നത് കല്യാണപ്പുരയിലും നമ്മുടെ ചായപ്പീടികളിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു മലയാളിക്കപ്പുറം വേറൊരു മലയാളിയെ നമ്മൾ കാണുന്നത് ടി വി എന്ന് പറയുന്ന ഒരു അനുഭവത്തിന്, ആ ഒരു അനുഭവം ചേർത്ത് വായിക്കാവുന്നതാണ്. 85-ലാണ് നമ്മുടെ മലയാളം ടെലിവിഷൻ മലയാളം പറഞ്ഞു തുടങ്ങുന്നത്. 90-കളിൽ അതൊരു സവിശേഷ അനുഭവമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. 91-ലാണ് ഒരു സ്വകാര്യ ചാനൽ ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടുമുറ്റത്ത് കണ്ട, കല്യാണപ്പുരയിൽ കണ്ട, ചായപ്പീടികയിൽ കണ്ട മലയാളിക്കപ്പുറം മറ്റൊരു മലയാളിയെ നമ്മൾ കാണുന്നതും അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് മലയാളി പോകുന്നതിൽ ടി വി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ അനുഭവങ്ങളെ, കവിതയെ, സാഹിത്യത്തെ ഒക്കെ മാറ്റി തീർക്കുന്നതിൽ ഈ ഒരു പൊതുമണ്ഡലത്തിൻ്റെ വികാസം എന്ന് പറയുന്നത് സവിശേഷമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. 1991 സെൻസസ് പ്രകാരം ഏതാണ്ട് മലയാള ഭാഷ സംസാരിക്കുന്ന 5ാമത്തെ, ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന 5ാമത്തെ ഭാഷയായിട്ട് മലയാളം മാറുന്നുണ്ട്. 2001 അതിന് 30% വളർച്ച ഉണ്ടാകുന്നുണ്ട്. പിന്നീടുള്ള സെൻസസിന്റെ കാര്യം നമുക്കറിയാം, അതിനെക്കുറിച്ച് പരാമർശിക്കേണ്ട ആവശ്യമില്ല. സെൻസസ് പലപ്പോഴും നടന്നിട്ടില്ല. അപ്പോൾ മലയാളം എന്ന് പറയുന്നത് വലിയ ശതമാനം ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയായി മാറി എന്നുള്ളത് തീർച്ചയായിട്ടും മലയാളത്തിലേക്ക് പുതിയ അനുഭവങ്ങൾ വരാൻ, മലയാള കവിതയെ മാറ്റി തീർക്കാൻ കാരണമായിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ഒരു രസകരമായ ഒരു ഉദാഹരണമായിട്ട് പലപ്പോഴും ചേർത്ത് വായിക്കാൻ പറ്റുന്നത് മോളുകൾ എന്ന് പറയുന്നത് സവിശേഷമായിട്ട് 90-കൾക്ക് ശേഷം മലയാളികളുടെ മുമ്പിലേക്ക് എത്തിയ ഷോപ്പിംഗ് മോളുകൾ ഉൾപ്പെടെയുള്ള വലിയ മോളുകൾ തന്നിട്ടുള്ള ഒരു അനുഭവമുണ്ട്. വലിയ സമഗ്രമായിട്ടുള്ള ഒരു ലോകത്തിൻ്റെ, ഒരു കച്ചവട ലോകത്തിൻ്റെ ഒരു സിമ്പൽ എന്നുള്ള നിലയിൽ 1890 ആ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ മോള് എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. ആധുനിക രീതിയിലുള്ളൊരു മോള് 1990-കളിലാണ്, ചെന്നൈ ആണെന്നാണ് എൻ്റെ ഓർമ്മ വായിച്ചത്, ആദ്യമായിട്ട് ഉണ്ടാക്കപ്പെടുന്നത്. അതിനുശേഷം 2013 ആകുമ്പോഴേക്ക് ഇന്ത്യയിൽ 570ഓളം മോളുകൾ ഉണ്ടായി. 2020 കാലഘട്ടത്തിൽ കേരളത്തിൽ മാത്രം 35ഓളം മോളുകൾ ഉണ്ടായി എന്നൊക്കെയാണ് കണക്കുകൾ പറയുന്നത്. ഇതൊരു വലിയ മാറ്റമാണ്. നമ്മുടെ ഒരു ജീവിത രീതിയിലും സാമൂഹ്യ അനുഭവത്തിലും മോളുകൾ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കവിതയിലും അത് മറ്റൊരു രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ മാറ്റങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് കേരളത്തിലേക്ക് മലയാളത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതിഥി തൊഴിലാളികളുടെ മാറ്റം. 2013-15 കാലഘട്ടത്തിലെ ചെറിയൊരു കണക്ക് സൂചിപ്പിക്കുന്നത് ഏതാണ്ട് 2.5 മില്യൺ, 25 ലക്ഷത്തോളം മനുഷ്യരാണ് അതിഥി തൊഴിലാളിയായിട്ട് ഈ മലയാളത്തിൻ്റെ കൂടെ, മലയാളത്തിൻ്റെ അനുഭവമായിട്ട് മാറിയിട്ടുള്ളത്. 2030 60 ലക്ഷത്തോളം മനുഷ്യന്മാർ നമ്മുടെ ഒരു മലയാളത്തിൻ്റെ അനുഭവം, കേരളത്തിൻ്റെ അനുഭവത്തിലേക്ക് അതിൻ്റെ ഭാഗമാവുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇത് വലിയൊരു അനുഭവമാണ്. മലയാളിയുടെ അനുഭവം മാത്രമല്ല, കേരളത്തിൻ്റെ അനുഭവം മാത്രമല്ല, മറ്റിടങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന മനുഷ്യർ കൂടി നമ്മുടെ കവിതയിലേക്ക്, നമ്മുടെ സാഹിത്യത്തിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനെ വലിയ രീതിയിൽ പ്രൊഫഷണലിസം കൈകാര്യം ചെയ്യുന്ന ഒരു ലോകത്തിൽ നിന്നാണ്, അതിനോടുള്ള ഒരു പ്രതിസംസ്കാരം എന്നുള്ള നിലയിലാണ് പുതിയ മലയാള കവിത, നമ്മൾ പല പേരിട്ട് വിളിക്കുന്ന പുതു കവിത ഉണ്ടാവുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഒരു പ്രൊഫഷണലിസത്തിൻ്റെ ഒരു ലോകമുണ്ട്. അതിനെതിരെ നടത്തുന്ന ആന്തരികമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു അവതരണമാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവതരണ കവിത. ആ അർത്ഥത്തിലാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച അവതരണ കവിത എന്നുള്ളത്. ഒരു പെർഫോമൻസ് പോയട്രി എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ പലപ്പോഴും ഇവിടെ ചൊൽക്കവിത, പെർഫോമൻസ് പോയട്രി എന്ന് പറയുന്നത് പ്രത്യക്ഷമായിട്ടുള്ള അവതരണം എന്നുള്ള അർത്ഥത്തിലാണ്. അതിന് വലിയ വേരുകളൊക്കെ ഉണ്ട്. ഹാർലം റിനൈസൻസ് ഒക്കെ വരെ എത്തുന്ന വലിയ വേരുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഉപരി ഒരു വലിയ ഇടങ്ങളോട്, നമ്മൾ സാധാരണ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ഒക്കെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മെഗാ നെറേറ്റീവുകളോട്, വലിയ നെറേറ്റീവുകൾക്കൊക്കെ എതിരെ നടത്തുന്ന ഒരു പ്രതിസംസ്കാരമാണ്, ഒരു പ്രതിഷേധമാണ്, പുതിയൊരു അവതരണമാണ് അടിസ്ഥാനപരമായിട്ട് പുതിയ മലയാള കവിത എന്നുള്ള തോന്നലാണ് എനിക്കുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നിന്നിട്ടാണ് പുതിയ ഇടങ്ങൾ ഉണ്ടാവുന്നത്.
പ്രവാസത്തിന്റെ അനുഭവവുമായി ബന്ധപ്പെട്ട് പ്രവാസ കവിതകൾ നമ്മുടെ ഇടയിലേക്ക് ഉണ്ടാവുന്നു. പല രാജ്യങ്ങളിലിരുന്ന് ടി പി വിനോദൊക്കെ മുമ്പിലുണ്ട്. പലയിടങ്ങളിൽ നിന്ന് ബ്ലോഗുകളിലൂടെ, ഫേസ്ബുക്കുകളിലൂടെ, മറ്റ് സാമൂഹ്യ മാധ്യമത്തിന്റെ ഇടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ സജീവമായിട്ട് മലയാളിക്ക് പരിചിതമല്ലാത്ത മറ്റൊരു ലോകത്തിന്റെ കവിതകൾ നമുക്ക് പറഞ്ഞു കേട്ടുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. വിഷ്ണുപ്രസാദ് ഉൾപ്പെടെ ഒരു വലിയ നിര തന്നെ ആ കൂട്ടത്തിലുണ്ട്. അതിൽ സജീവമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടപെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രവാസത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു. ഒരുപക്ഷെ പലരും, വളരെ മുതിർന്ന കവികൾ ഉൾപ്പെടെ സൂചിപ്പിച്ച ഒരു പ്രധാന മാറ്റം, 90കൾക്ക് ശേഷം വന്ന 2000-ന് ശേഷം പടർന്നു പന്തലിച്ച ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് സ്ത്രീകളുടെ കടന്നുവരവാണ്. സന്ധി ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ സ്ത്രീകളുടെ പല ഇടങ്ങളിൽ നിന്നുള്ള, സ്ത്രീ കവിത എന്ന് പറയുന്ന ഒരു ഒറ്റ കവിതയില്ല, പ്രവാസത്തിന് നമുക്കത് പറയാവുന്നതാണ്. പ്രവാസ കവിത എന്നൊരു ഒറ്റ മോണോലിത്തിക് ആയിട്ടുള്ള ഒരു സ്റ്റോൺ അല്ല പ്രവാസ കവിത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീ കവിത എന്ന് പറയുന്നത് പലതരം സ്ത്രീകളെ റെപ്രസെന്റ് ചെയ്യുന്ന കവിതകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നത്. പലപ്പോഴും വായനകളിൽ ഒറ്റ സ്ത്രീ കവിതയായിട്ട് മാറുന്നു. അതിന് ദളിത് അനുഭവങ്ങൾ അതിലേക്ക് കടന്നു വരുന്നു. ആ ദളിത് അല്ലാത്ത സവർണ ഇടങ്ങളിൽ നിന്ന് തന്നെയുള്ള അവരുടെ നിത്യാനുഭവങ്ങൾ കടന്നു വരുന്നു. വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കവിതകൾ വരുന്നു, ട്രോമ റിലേറ്റഡ് ആയിട്ടുള്ള കവിതകൾ വരുന്നു. അങ്ങനെ പല അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് പല ജീവിതാനുഭവങ്ങളിൽ നിന്ന്, പല മേഖലകളിൽ നിന്ന്, പല തൊഴിലുകളിൽ നിന്ന് സ്ത്രീ കവിത ഉണ്ടായി വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ഇടമാണ് ഒരുപക്ഷെ ഒരു ട്രെൻഡ് എന്നൊക്കെ രീതിയിൽ പ്രാദേശികമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ. സ്ത്രീ കവിതയിൽ അത് ഈ പറയുന്നത് പോലെ അത് പരാമർശിക്കപ്പെടുന്നുണ്ട്. അത് വലിയ വിഷയമാണ്. പ്രാദേശികമായിട്ടുള്ള ജീവിതങ്ങൾ, വളരെ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇടങ്ങളുടെ, പ്രദേശങ്ങളുടെ ജീവിതങ്ങൾ കവിതയിൽ വലിയ രീതിയിൽ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. അതിന് വലിയ തുടർച്ചകളുണ്ട്. ഈ പറയുന്നതൊന്നും കവിതയിലെ ഏറ്റവും പുതിയ, ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അതിനൊക്കെ ചരിത്രപരമായിട്ടുള്ള വേരുകൾ നമുക്ക് പലയിടങ്ങളിലും കണ്ടെത്താമെങ്കിലും അത് വളരെ സജീവമായിട്ട് പ്രകടമാവുന്ന ഒരു കാലഘട്ടമായിട്ട് മലയാള കവിത മാറും. പ്രാദേശികമായിട്ടുള്ള അനുഭവങ്ങൾ, പ്രാദേശികമായിട്ടുള്ള ചരിത്രങ്ങൾ മലയാള കവിതയുടെയൊക്കെ ഭാഗമാവുന്നു. പലതരത്തിലുള്ള പല ഫോമുകളിലേക്കുള്ള കവിതകൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. പരിസ്ഥിതി എന്ന് പറയുന്നത് വലിയൊരു കോൺഷ്യസ്നെസ് ആയിട്ട്, ഇക്കോ എന്ന് പറയുന്നത് വലിയ കോൺഷ്യസ്നെസ് ആയിട്ട്, പരിസ്ഥിതി അവബോധങ്ങൾ ഉണ്ടാവുന്ന രീതിയിൽ അത് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അതൊരു പ്രതിരോധം എന്നുള്ള നിലയിൽ വലിയ സമരങ്ങൾ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന പ്രതിരോധത്തിന്റെ പ്രത്യക്ഷമായ രാഷ്ട്രീയ അംശം കുടികൊള്ളുന്ന കവിതയായിട്ടും, അതേസമയം ആന്തരികമായിട്ട് വളരെ നിശബ്ദമായി നിന്നുകൊണ്ട് നമ്മുടെ പരിസ്ഥിതി ലോകത്തെ ആവിഷ്കരിക്കുന്ന കവിതകൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നു എന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, സുകുമാരൻ ചാലികത്ത് നമ്മളോടൊപ്പം ഉണ്ട്. ട്രൈബൽ ഗോത്രകവിത എന്ന് പറയുന്നത്, ഗോത്രകവിത എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഒരൊറ്റ കവിതയായിട്ട് പലപ്പോഴും കാണുന്നതാണ്. പക്ഷെ അത് പല ഭാഷകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പല ജീവിതങ്ങളാണ്. അവരുടെ ഒരു ലൊക്കേൽ എന്ന് പറയുന്നത്, അവരുടെ ജീവിത രീതികൾ, അവരുടെ സംസ്കാരങ്ങൾ, അതിലൊക്കെ വലിയ വൈവിധ്യങ്ങളുണ്ട്. നിലവിൽ നമ്മൾ അതിനെ ഒരൊറ്റ സംസ്കാരമായിട്ട് പലപ്പോഴും സൂചിപ്പിക്കുമെങ്കിലും അതിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്, അതിൽ പല ശബ്ദങ്ങളുണ്ട്, അതിന് പല ന്യൂവാൻസസ് ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതൊക്കെ ഒരു പക്ഷേ വരുന്ന ഒരു ദശകത്തിൽ കൂടുതൽ വലിയ മാറ്റങ്ങളോടുകൂടി വലിയ ആഴത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു ഇടമാണ് ഈ ഗോത്രകവിതയുടെ ഇടം. അതോടൊപ്പം തന്നെ ഒരു പക്ഷേ വേറൊരു രീതിയിൽ നമുക്ക് സൂചിപ്പിക്കാവുന്ന 90കളിൽ വളരെ ശക്തമായിരുന്ന ഒരു മേഖലയാണ് ദളിത് കവിത. ജോസഫ് മാഷ് നമ്മുടെ ഒരുപക്ഷെ കവിതയിൽ 10-30 വർഷമായിട്ട് വളരെ സജീവമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള കവിയാണ് എസ് ജോസഫ് എന്ന് പറയുന്നത്. ദളിത് കവിത എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് 90കളിലെ കവിതയെ ഇന്ന് നമുക്ക് പലതരത്തിലുള്ള ട്രെൻഡുകളിലേക്കും പല വിഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് 90കളിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, 2000-ലൊക്കെ വലിയ വിഷയം, തുടക്കത്തിലൊക്കെ വലിയ വിഷയം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷൻ എന്ന് പറയുന്നത് ദളിത് കവിത തന്നെയായിരുന്നു. ആ ദളിത് കവിത എന്ന് പറയുന്നത് അതിന് തന്നെ ഇന്ന് ഏത് തരത്തിലുള്ള അവരുടെ തന്നെ പല ന്യൂവാൻസസുകളും പല ലെയേഴ്സ് ഓഫ് ദളിത് പോയട്രി ഇന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വായനക്കാർക്ക് കണ്ടെത്താൻ കഴിയും. അതിൽ തന്നെ സ്ത്രീകളുടെ കടന്നുവരവ് ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള മേഖലകളിൽ നിന്നുള്ള, പല തൊഴിലിടങ്ങളിൽ നിന്നുള്ള ആളുകൾ ആ മേഖലകളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ രീതിയിൽ ഒരുപക്ഷെ ഇതിൻ്റെ ഒരു കൂട്ടത്തിൽ തന്നെ പറഞ്ഞു വെക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാമാന്യമായ കവിതയിൽ നിന്ന് എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള പെർഫോമൻസ് പോയിട്രിയിലേക്കും ദൃശ്യകവിതയിലേക്കും വസ്തുകവിതയിലേക്കൊക്കെ മലയാള കവിത മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വായനക്കാർ, അതിലെത്ര ശതമാനം വായനക്കാരുണ്ടാവുന്നു, അത് എത്രത്തോളം സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ മാർക്കറ്റിൻ്റെ വിഷയമാണ്. അതിലുപരി അതിനൊക്കെ ഒരുപക്ഷെ മാറ്റി നിർത്തിക്കൊണ്ട് അതിൽ ഇടപെടുന്ന മനുഷ്യർ സജീവമായിട്ട് അവരവരുടെ ചുമരുകളിൽ സജീവമായിട്ട് ദൃശ്യകവിതയെയും പെർഫോമൻസ് പോയട്രിയെയും മറ്റ് വസ്തുകവിതയെയും കോൺസെപ്റ്റ് പോയട്രിയും ഒക്കെ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പുതിയ തലമുറ ഉണ്ടായി വരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു വളരെ ഒരു കവിതയുടെ വായനക്കാരൻ എന്നുള്ള നിലയിൽ വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇങ്ങനെ പല തരത്തിൽ ഒരുപക്ഷെ ഇതിൽ പെടാതെ പോയിട്ടുള്ള, ഇന്ന് അത്രത്തോളം വിസിബിൾ ആയിട്ട് നമുക്ക് ഒരുപക്ഷെ കണ്ടെത്താൻ പറ്റാത്ത, എന്നാൽ അതിൻ്റെ പല പൊടിപ്പുകളുമുള്ള പലതരത്തിലുള്ള മറ്റ് കവിതകളും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്യോർ പോയട്രി, ഈ അടുത്ത്
കേരള സാഹിത്യ അക്കാദമിയുടെ തന്നെ ഒരു സമാഹാരം വന്നിട്ടുണ്ട്. 2022 ഗാർഡിയൻ ഏറ്റവും മികച്ച പുസ്തകമായിട്ട്, കവിതയിലും ഏറ്റവും മികച്ച പുസ്തകമായിട്ട് പറയുന്നത് ക്യോർ പോയട്രി, 100 ക്യോർ പോയിംസ് ഉൾപ്പെടുന്ന ഒരു പുസ്തകമാണ്. വളരെ രസകരമായിട്ടുള്ളൊരു, പക്ഷേ ലോകത്തിന്റെ സമഗ്രമായുള്ള ക്യൂർ അനുഭവങ്ങളെ ചേർത്ത് പിടിച്ചൊരു പുസ്തകമായിരുന്നു ഈ 100 ക്യോർ പോയിംസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ 1-2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ അത് സംഭവിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ആ രീതിയിൽ പലതരത്തിലുള്ള ക്യോർ അനുഭവങ്ങളെ, ട്രാൻസ്ജെൻഡർ അനുഭവങ്ങളെ ഒക്കെ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്ന, സജീവമായിട്ട് ഇടപെടുന്ന ഒരു പുതിയ തലമുറ ഉണ്ടായി. മലയാളം ഒരു പരിധിവരെ, കേരളം ഒരു പരിധിവരെ അതിനെയൊക്കെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്നത്, വളരെ പെട്ടെന്ന് തന്നെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലും ഒരു വായനക്കാരൻ എന്നുള്ള നിലയിലൊക്കെ വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. ഞാനിതൊന്ന് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണ് ശ്രമിച്ചിട്ടുള്ളത്. നമുക്കിനി ഇതിൻ്റെ തുടർച്ചകളിലേക്കാണ് നമുക്കിനി പോവേണ്ടത്. ഞാൻ നേരത്തെ പരാമർശിച്ച കവിതയുടെ പ്രധാന വിഭാഗങ്ങൾ, പ്രധാന മാറ്റങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയായിരുന്നു സ്ത്രീ കവിതയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, സ്ത്രീ കവിത എന്ന് പറയുന്ന ഒരു ഒറ്റ കവിതയല്ല, അത് പലയിടങ്ങളിൽ നിന്ന് പല രീതിയിലേക്ക് പടരുന്ന ഒരു കവിതയാണ്. അക്കാഡമികമായിട്ടെങ്കിലും നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ്, അതിനെ വായിക്കാനും മനസ്സിലാക്കാനുമാണ് ഇത്തരത്തിലുള്ള ഒരുപക്ഷെ ടൈറ്റിലുകളിലേക്ക് നമ്മൾ പോകുന്നത്. പക്ഷേ ഒരുപക്ഷെ ഇത്തരത്തിലൊരു സദസ്സിൽ അത് വളരെ പ്രധാനമായിരിക്കുമെന്ന് തോന്നുന്നു. സ്ത്രീ കവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എന്നുള്ള നിലയിൽ കൂടി എങ്ങനെയാണ് അതിൻ്റെ മാറ്റങ്ങളെയും അതിൻ്റെ വളർച്ചയെയും അതിൻ്റെ പരിണാമങ്ങളെയും നോക്കിക്കാണുന്നതെന്ന് ഒന്ന് സൂചിപ്പിക്കാമോ? നമസ്കാരം. ബുക്ക് ബ്രഹ്മ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് കേരളത്തിലെ സ്ത്രീകളെ റെപ്രസെൻ്റ് ചെയ്ത് എനിക്കിവിടെ വരാൻ സാധിച്ചതിൽ സന്തോഷം ആദ്യമായി പറയുകയാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുപക്ഷെ ബാലാമണി അമ്മയ്ക്ക് ശേഷം, സുഗതകുമാരിക്ക് ശേഷം, വിജയലക്ഷ്മിക്ക് ശേഷം ഒക്കെ വന്ന എല്ലാ സ്ത്രീ എഴുത്തുകാരെയും കുറിച്ച് പരാമർശിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും നവീന കവിത ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന, എനിക്കൊപ്പം എഴുതുന്ന, ഒരുപക്ഷെ എന്നെക്കാൾ നന്നായി എഴുതുന്ന 3 കവികളെക്കുറിച്ച് മാത്രം പറയാനേ ഇപ്പോൾ സമയം അനുവദിക്കുന്നുള്ളൂ. ഇതിനർത്ഥം അവർ മാത്രമാണ് ഉള്ളത് എന്നല്ല, അത്രയും നമുക്കിപ്പോൾ സാധ്യമാകുന്നുള്ളൂ എന്നുള്ളതാണ്. വിഷയ വൈവിധ്യം കൊണ്ടും ബിംബ വൈവിധ്യം കൊണ്ടും എഴുത്തിൻ്റെ പ്രത്യേകത കൊണ്ടും ശില്പഭദ്രത കൊണ്ടും കവിത്വം കൊണ്ടും ഒക്കെ ശ്രദ്ധേയരായ ഈ പുതിയ കാലഘട്ടത്തിൽ എഴുതുന്ന 3 കവികളാണ് ഷീജ വക്കം, ലോപമുദ്ര, അമ്മുദീപ തുടങ്ങിയവർ. ഒരുപാട് പേരുണ്ട്. ഞാൻ എളുപ്പത്തിന് വേണ്ടി 3 പേരെ കുറിച്ച് മാത്രം പറയുന്നു. ഒന്നിനൊന്ന് വ്യത്യസ്തമായ കവിതകൾ എഴുതുന്നവർ, സമകാലിക വിഷയങ്ങളെക്കുറിച്ച്, സ്ത്രീക്ക് മാത്രം അറിയാവുന്ന, സ്ത്രീക്ക് മാത്രം അനുഭവിക്കാവുന്ന വിഷയങ്ങളെക്കുറിച്ച്, സാർവലൗകികമായ പ്രമേയങ്ങളെക്കുറിച്ചൊക്കെ വ്യത്യസ്തമായ രീതിയിൽ എഴുതുന്ന 3 പ്രശസ്ത കവികളാണ് ഈ 3 പേര്. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് എനിക്ക് അടുത്ത ആൾക്ക് ഇത് കൊടുക്കേണ്ടതുണ്ട്. കവിത എന്നുള്ള ഒറ്റ വിഷയം, കവിതയെക്കുറിച്ച് ഇവരൊക്കെ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. എന്നാലും വ്യത്യസ്തത കൊണ്ട്, ബിംബവൈവിധ്യം കൊണ്ട് ഈ കവിതകൾ എങ്ങനെ ശ്രദ്ധേയമാകുന്നു എന്ന് മാത്രം പെട്ടെന്ന് ഞാൻ പറയുകയാണ്. ഷീജ വക്കത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കവിതയാണ് അന്തിക്കള്ളും പ്രണയശാപ്പും എന്നുള്ളത്. കവിതയാണ് അവിടുത്തെ പ്രലോഭന വിഷയം. ഈ പ്രലോഭനത്തെ തടുക്കാനാവാത്ത കവി, അതിനെക്കുറിച്ച് പറയുന്ന ബിംബങ്ങൾ എത്രമാത്രം ആ ശീർഷകവുമായി ചേർന്ന് പോകുന്നു എന്നുള്ളത് നമുക്ക് തീർത്തും അത്ഭുതകരമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇതേ വിഷയത്തിൽ 2 പേരും എഴുതിയിട്ടുണ്ട്. ഞാൻ വെറുതെ കുറച്ച് കാര്യം മാത്രം ഈ അന്തിക്കള്ളും പ്രണയശാപ്പിന്റെ നേരത്തെ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് മാത്രം പറയാം. ഈ ബിംബങ്ങളുടെ ഒരു ചേർച്ചയെക്കുറിച്ച് മാത്രം ഞാൻ പറയുകയാണ്. അന്തിക്കള്ളും പ്രണയശാപ്പുമാണ്. അപ്പം സന്ധ്യയ്ക്ക് ഈ കവിത എന്ന പ്രലോഭനത്തിലേക്ക് വീഴുന്ന കവി ഇങ്ങനെയാണ് പറയുന്നത്. കവി എന്ന് പറയുമ്പോൾ ഇവിടെ സ്ത്രീക്ക് മാത്രമായ ഒരു അനുഭവമല്ല, അതാണ് ഇതിനെ സാർവലൗകികമാക്കുന്നത്. ആർക്കും ഈ കവിതാനുഭവം ഉണ്ടാകുന്ന ആർക്കും, ഈ പ്രലോഭനം താങ്ങി നിർത്താനാകാത്ത ആർക്കും ഇതുപോലെ തന്നെ അനുഭവപ്പെടുമെന്നുള്ളതാണ്. ഓല വാരി വലിച്ചുടുത്തയലത്ത് നിൽക്കുന്നു പ്രേമലായനി നീട്ടിയന്നിട നെഞ്ചിലെ ഷാപ്പ്. ഇങ്ങനെ തന്നെയാണ് ആടി ആടി വരുമ്പോൾ അവിടെ ഒരു ഷാപ്പ് നിൽക്കുന്നു. എങ്ങനെ കയറും, എങ്ങനെ കയറാതിരിക്കും, ഇത് തന്നെയാണ് വിഷയം. എന്നിട്ട് കാണുന്നതല്ല അതിന്റെ തുടർച്ചകളാണ്. മാനത്ത് നോക്കുമ്പോഴോ ആറ്റുവാസി കാറ്റിളകിയ തെങ്ങിളങ്കൂമ്പിൽ പാൽപ്പരുവം ചെത്തി വെച്ചതുപോലെ ഈ രാവ്. എങ്ങനെ ഈ കവിത പുരോഗമിക്കുകയാണ്. പ്രാണദാഹം അടക്കുവാനീ പ്രേമപാനീയം ഞാനതിൻ പൊളിനീരിൽ വീണു കുതിർന്നിടും കീടം. ഇങ്ങനെ കവിത എന്ന പ്രലോഭനത്തെ ചെറുക്കാനാവാതെ അതിൽ വീണു പോകുന്ന ഒരു കവിയെയാണ് നമ്മൾ അന്തിക്കള്ളും പ്രണയശാപ്പിലും കാണുന്നതെങ്കിൽ, ഇതേ കാര്യം തന്നെ കവിത എങ്ങനെയാണ്
മറ്റൊരാളുടെ കവിതയിൽ വരുന്നത് എന്നുകൂടി ഒന്ന് പറയേണ്ടി വരും. തവള എന്ന് പറഞ്ഞ ഒരു കവിതയാണ്. ലോപമുദ്രയുടെ തവള എന്ന് പറഞ്ഞ കവിതയിലും കവിത തന്നെയാണ് വിഷയം. വഴുതും വാക്കിന്റെ കിണരരഞ്ഞാണിൽ പകച്ച കണ്ണോടെ തറഞ്ഞിരുന്നത്, അകത്തയാഴവും പുറത്ത വാനവും ഇരുകണ്ണാൽ കോരി കുടിച്ചു തീർത്തത്, കൊഴുത്ത പാടയായി പതഞ്ഞ മുട്ടകൾ കവിതയാമെന്ന് വെറുതെ ഓർത്തത്, നിരൂപണ പരിഷയുടെ മേശമേൽ ഞരമ്പുകൾ പൊട്ടി മലച്ചു വീണത്. അപ്പൊ ഈ കവിതയിലൊക്കെ കവിത എഴുതുന്നുണ്ട്. കവിതയുടെ പല ഭാവങ്ങളിലൂടെ അതിൻ്റെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോഴും എല്ലാവരും കവിതയെക്കുറിച്ചുള്ള അനാവശ്യമായ നിരൂപണങ്ങളെ കുറിച്ചൊക്കെ ഈ കവികള് അതിനെക്കുറിച്ചൊക്കെ ബോധവാന്മാരാണ്, അതിലൊക്കെ അല്പം ആശങ്കയുള്ളവരുമാണ് എന്നാണ് ഈ കവിതകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അമ്മുദീപയുടെ കവിതകളിൽ ഇതുപോലൊരു സ്ട്രക്ചറേ അല്ല, കവിത തന്നെയാണ് വിഷയം. അതൊരു പട്ടം കൈവിട്ട പട്ടം കണക്കെ അങ്ങ് പോകുന്ന തരം ഒരു കവിതയെക്കുറിച്ച് തന്നെ. ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ കവിതയിൽ രാവിലെ ഉണർന്നെണീറ്റപ്പോൾ അമ്മമ്മയുണ്ട്, മഴവില്ല് വെട്ടിക്കീറി കഷ്ണങ്ങളാക്കി അടുപ്പിൽ തിരുകുന്നു. മേമയുണ്ട്, മേഘങ്ങളെ ഡോമെക്സ് ലായനിയിൽ മുക്കിപ്പിഴിഞ്ഞ് നിലം തുടയ്ക്കുന്നു. എന്തൊരു കവിതയില്ലാത്ത പെണ്ണുങ്ങൾ, ഞാൻ ഇറങ്ങുന്നു. അപ്പൊ കവിത തന്നെയാണ് വിഷയം. ഇത് നോക്കൂ, 3 പേര് കവിതയെക്കുറിച്ച് പറയുന്ന 3 തരത്തിൽ പറയുന്നതിൻ്റെ ഒരു സുഖമുണ്ട്, ഒരു വൈവിധ്യമുണ്ട്. അത് നമുക്ക് ഇതൊന്നും കാണാതെ ഇന്നത്തെ മലയാള കവിത മുന്നോട്ട് പോകില്ല എന്ന് എനിക്ക് തോന്നുന്നു. തിരിച്ച് രണ്ടാമത് വരികയാണെങ്കിൽ കൂടുതൽ സംസാരിക്കാം. കവിതയിലെ സ്ത്രീ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ വൈവിധ്യത്തെ സൂചിപ്പിക്കാനാണ് സന്ദേശി ശ്രമിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ മലയാള കവിതയിലെ വലിയ ഒരു മാറ്റത്തെക്കുറിച്ച കവിയായിരുന്നു എസ് ജോസഫ് എന്ന് പറയുന്ന കറുത്ത കല്ല്, മീൻകാരൻ ഉൾപ്പെടെയുള്ള ഒരുപക്ഷെ ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മലയാള കവിതയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കവികളിൽ ഒരാൾ കൂടിയാണ് എസ് ജോസഫ്. സമീപകാലത്ത് കവിതയ്ക്ക് പുറമെ മറ്റെഴുത്തുകളിലേക്ക് സജീവമായിട്ട് മാറിയിട്ടുള്ള ഒരു കവി കൂടിയാണ്. എമേർജിങ് പോയട്രി എന്ന് പറയുന്ന ഒരു ആശയത്തെക്കുറിച്ച് സജീവമായിട്ട് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ സംസാരിക്കുന്ന ഒരു കവിയാണ്. 90കളിലും 2000-ത്തിലൊക്കെ ദളിത് കവിത എന്ന് പറയുന്ന വലിയ ഒരു മാറ്റത്തിനോടൊപ്പം നിന്ന, തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഇനി പരിഗണിക്കേണ്ടതില്ല എന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കവി കൂടിയൊക്കെയാണ്. എങ്ങനെയാണ് അദ്ദേഹം ഈ ദളിത് കവിതയുടെ മാറ്റത്തെ പുതിയ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് 2024 ഈ ഒരു ദിവസം നിന്നുകൊണ്ട് നോക്കിക്കാണുന്നത്? ബഹുമാനപ്പെട്ടവരെ, പ്രിയമുള്ളവർ, എനിക്കിവിടെ 2-3 സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇവിടെ, നാട്ടുകാർ. ഒന്ന് ലക്കൂർ ആനന്ദ, നാഗത്തകള്ളി രമേശ്, അങ്കുർ ഭട്ടാഗിരി എന്ന് പറയുന്ന ഇംഗ്ലീഷിലെഴുതുന്ന ഒരാൾ. ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. അവരൊന്നും ഇവിടെ കണ്ടുമില്ല. ഞാനിതിനെ വലിയ സബ്ജക്റ്റാണ്. ഞാനതിനെക്കുറിച്ച് പറയുമ്പം ലെവിനാസ് എന്ന് പറയുന്ന ഒരു ചിന്തകനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ കൊണ്ടുവരാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പം ലെവിനാസ് എന്ന് മാത്രമല്ല, ഹുസേൾ മുതലുള്ള ഫിലോസഫീസ്, ഫൂക്കോ, അതുപോലെ ഈ ഉള്ള ചിന്തകർ പറയുന്ന ആശയങ്ങളുടെ തുടർച്ചയായിട്ടാണ് ലെവിനാസ് വരുന്നത്. ഇപ്പം ഈ മനുഷ്യരിൽ കുറേ മനുഷ്യർ വെറും വസ്തുക്കളാണ്. സ്ത്രീകളെക്കുറിച്ച് സിമോൻ ദി ബുവ അത് പറയുന്നുണ്ട്. ഒരു ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യ ഒരു ഒബ്ജക്റ്റാണ്, വസ്തുവാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിൽ ഈ ഒബ്ജക്റ്റ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ സബ്ജക്റ്റായി മാറുന്നത്? അപ്പം ഇന്ന് ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന വസ്തുവൽക്കരിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് മനുഷ്യർ, സ്ത്രീകൾ, ട്രൈബ്സ്, അതുപോലെ പലതരത്തിൽപ്പെട്ട പലതരം മനുഷ്യർ, ട്രാൻസ്ജെൻഡേഴ്സ്, ഇങ്ങനെയുള്ളവരൊക്കെ തന്നെ അവരുടെ ഒരു കർത്തൃത്വം, മലയാളത്തിൽ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, കർത്തൃത്വം, സബ്ജക്റ്റിവിറ്റി എന്നുള്ള അർത്ഥത്തിൽ ഒരു ആത്മനിഷ്ഠത, അതായത് ഞാനിവിടെ ഉണ്ട് എന്നുള്ള ഒരു സംഗതി, ഞാനുണ്ട്, ഞാനും ജീവിക്കുന്നു, എനിക്ക് ഒരു സ്ത്രീ എന്നുള്ള അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ള പരിഗണനയുണ്ട്, ഞാനൊരു മനുഷ്യനാണ്, ഐ എം എ ഹ്യൂമൻ ബീയിങ് എന്നുള്ള ഒരു സംഗതി, അതിൻ്റെ ഒരു ആവിഷ്കാരമാണ് കവിത എന്നാണ് എനിക്ക് തോന്നുന്നത്. സബ്ജക്റ്റിവിറ്റിയുടെ ആവിഷ്കാരം എന്ന നിലയിലാണ്. മറ്റ് ഫിലോസഫീസ് ഒന്നും തന്നെ അവരൊക്കെ തന്നെ ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നുള്ളൂ. ഒബ്ജക്റ്റ് സബ്ജക്റ്റായി മാറുന്നതിനെ കുറിച്ച് മറ്റ് ഫിലോസഫീസ് പറയുന്നില്ല. ലെവിനാസ് മാത്രമേ പറയുന്നുള്ളൂ.
അപ്പം നമ്മൾ ഒരു വസ്തുവായി കിടക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇപ്പം ട്രൈബൽ സമൂഹങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ദളിത് സമൂഹങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അവരെ മനുഷ്യരായി പോലും പരിഗണിക്കപ്പെടാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ചിലയിടത്തൊക്കെ കാണും, ചില സന്ദർഭങ്ങളിൽ കാണും. എല്ലാ മനുഷ്യർക്കും ഇതുപോലുള്ള അവസ്ഥകളുണ്ട്. ദളിത് അവസ്ഥയോ അല്ലെങ്കിൽ ട്രൈബൽ അവസ്ഥയൊക്കെ എല്ലാ മനുഷ്യരെയും ബാധിക്കുന്നതാണ് എപ്പോഴെങ്കിലുമൊക്കെ. അപമാനങ്ങൾ, ഹ്യൂമിലിയേഷനൊക്കെ എപ്പോഴും ബാധിക്കുന്നതാണ് എല്ലാവരെയും. എങ്കിൽ പോലും അപ്പം ആ ഒരു ജഡീഭൂതമായൊരവസ്ഥയിൽ നിന്ന്, ജഡമായി കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന്, ഇപ്പം ബിസ്ലോബ സിംബോസ്കോയുടെ ഒരു കവിതയുണ്ട്, കോൺവെർസേഷൻ വിത്ത് എ സ്റ്റോൺ എന്ന് പറയും, കല്ലുമായിട്ടുള്ള സംസാരം. ഇവിടെ കല്ല് സംസാരിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ മാറ്റമാണ്. അപ്പം നാറാണത്ത് പാറ എന്ന് പറയുന്ന KGSന്റെ ഒരു കവിത, KG ശങ്കരപ്പിള്ള, അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ പാറ സംസാരിക്കുന്നു, നാറാണത്ത് പാറ എന്നുള്ള കവിതയിൽ. ഇതുപോലെ കല്ല് സംസാരിക്കുന്ന ഒരു കവിതയാണ് ബിസ്ലോബ സിംബോസ്കോയുടെ കോൺവെർസേഷൻ വിത്ത് എ സ്റ്റോൺ എന്ന് പറയുന്ന കവിത. അപ്പോൾ കല്ല് അവസാനം പറയുകയാണ്, നിനക്ക് എന്നിൽ പ്രവേശിക്കാനാവില്ല, കാരണം എനിക്ക് ആ ഒരു വാതിലില്ല, ബിക്കോസ് ഐ ഹാവ് നോ ഡോർ എന്ന് പറഞ്ഞാണ് ഈ കവിത അവസാനിക്കുന്നത്. എന്നെ നിൻ്റെ ഉള്ളിൽ പ്രവേശിപ്പിക്കാനാണ് കവി പറയുന്നത്, കല്ലേ നിൻ്റെ ഉള്ളിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുക. പക്ഷെ കല്ല് അവസാനവും പറയുകയാണ്, പക്ഷെ എനിക്കൊരു ഡോറില്ല, വാതിലില്ല. ഈ ഒരു ഒബ്ജക്റ്റാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് സബ്ജക്റ്റായി മാറുന്നതാണ് മലയാള കവിതയിൽ പെണ്ണെഴുത്തിലും ദളിതെഴുത്തിലും ട്രൈബൽ എഴുത്തിലും പൊതുവെ കണ്ടുവരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവായി പറഞ്ഞാണിത്, മറ്റെഴുത്തിലും വരും. ഇപ്പോൾ ഒരു വലിയ വീട്ടിൽ പിറന്ന ഒരു സ്ത്രീ ആണെങ്കിലും ചിലപ്പോൾ ആ വീട്ടിലൊരു വസ്തുവൽക്കരിക്കപ്പെട്ട ജീവിതമായിരിക്കും. ഇന്റീരിയർ ഡെക്കറേഷൻ എന്നൊക്കെ പറഞ്ഞ കവിത മുമ്പ് ഗീതാഹിരണൻ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പം ഇന്റീരിയർ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ടായിരിക്കും വലിയൊരു കുടുംബത്തിൽ ഒരു സ്ത്രീ നിൽക്കുന്നത്. അപ്പം അതിൽ നിന്ന് അവർ സബ്ജക്റ്റിവിറ്റിയിലേക്ക് മാറുന്നു എന്ന് പറയുന്ന ഒരു മാറ്റം തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. സ്ത്രീ എഴുത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനകത്ത് ഇനിയും പറയേണ്ട കുറേ പേരുണ്ട്. ചിത്തിര കുസുമൻ വളരെ വ്യത്യസ്തമായിട്ട് എഴുതുന്ന 2 സമാഹാരങ്ങളുള്ള ഒരു കവയിത്രിയാണ് ചിത്തിര കുസുമൻ. എൻ്റെ അടിവയറ്റിലൊരു കാവുണ്ട് എന്നൊക്കെ പറയുന്ന കവയിത്രി. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കാണുന്ന ഒരു പുല്ലാണ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഞാൻ വെറും ഒരു പുല്ലാണ് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. രാത്രി കടം ചോദിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കവിതകൾ അവരെഴുതിയിട്ടുണ്ട്. മറ്റൊരു കവയിത്രി അലീന ആകാശമിഠായി എന്ന് പറയുന്ന ഒരു കവിയാണ്. അവരുടെ പേരെങ്ങനെയാണ്? അലീന എന്നാണ് പേര്, അലീന ആകാശമിഠായി. അവരുടെ കവിതകൾ വളരെ വ്യത്യസ്തമായ കവിതകളാണ്. ഈയിടെ അവർ പല്ലിനെ കുറിച്ചൊരു കവിത എഴുതിയിരുന്നു, അത് വളരെ വ്യത്യസ്തമായ കവിതകളാണ്. അങ്ങനെ വേറെയും എഴുത്തുകാരികൾ മലയാളത്തിലുണ്ട്. അലീന ഉണ്ട്, അതുപോലെ സ്റ്റാലിന ഉണ്ട്, പിന്നെ ഞാൻ ഈ പറഞ്ഞ ചിത്തിര കുസുമനുണ്ട്, നിഷാനാരായണനുണ്ട്, അമ്മൂദീപ അല്ലെങ്കിൽ ആർ ലോബയൊക്കെ കൂടാതെ തന്നെ അങ്ങനെ എഴുത്തിൻ്റെ പുതിയ ലോകങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സ്ത്രീകളുടെ വലിയൊരു ഒരു പ്രവാഹം മലയാള കവിത ഇപ്പോൾ സ്ത്രീകളുടെ കവിതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലേക്കുള്ളൊരു വലിയ മാറ്റം ഉണ്ടെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ദളിത് എഴുത്തിൽ തന്നെ ഇപ്പോൾ രേണുകുമാറുണ്ട്, MR രേണുകുമാറുണ്ട്, S കലേഷുണ്ട്, പിന്നെ വിജില ചിറപ്പാട് എന്ന് പറയുന്ന ഒരു, വിജില എന്നുള്ള പേരിലാണ് ഇപ്പം അറിയപ്പെടുന്നത്. വിജിലയുണ്ട്, MB മനോജുണ്ട്. അങ്ങനെ ഒരുപാട് എഴുത്തുകാരികൾ ദളിതെഴുത്തിലും വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം ട്രാൻസ്ജെൻഡർ ആദിക്ക് അവാർഡ് കിട്ടിയല്ലോ. അപ്പം ആദി എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ എഴുത്തുകാരൻ. പിന്നെ ആ ട്രൈബ് എഴുത്തിൽ വരുന്ന ധന്യ വേങ്ങച്ചേരി വളരെ മനോഹരമായിട്ട് കവിത എഴുതുന്ന ഒരു പെൺകുട്ടിയാണ്. അതുപോലെ അശോകൻ മറയൂർ, ഇതുപോലെ സുകുമാരൻ ചാലി ഗത്ത, പിന്നെ P ശിവലിംഗൻ, അങ്ങനെ ധാരാളം എഴുത്തുകാരുണ്ട്. പിന്നെ പൊതുമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് സവർണ വിഭാഗങ്ങളിൽപ്പെട്ട രാമനെ പോലുള്ള P രാമൻ, PP രാമേന്ദ്രൻ, ഇവരെയൊക്കെ നിങ്ങൾക്ക് അറിയാമോ. TP രാജീവ് മരിച്ചുപോയി അടുത്ത കാലത്ത്. പുള്ളി വേൾഡ് വൈഡായിട്ട് യാത്ര ചെയ്തൊരു കവിയാണ് മലയാളത്തിൽ. സച്ചിദാനന്ദൻ കഴിഞ്ഞ പിന്നെ ഏറ്റവും കൂടുതൽ ലോകം മുഴുവൻ യാത്ര ചെയ്ത ഒരു കവിയാണ് TP രാജീവൻ. അദ്ദേഹത്തിൻ്റെ പുറപ്പെട്ടു പോകുന്ന വാക്കെന്ന് പറയുന്ന ഒരു അത്ഭുതകരമായ ഒരു പുസ്തകമുണ്ട്, പുറപ്പെട്ടു പോകുന്ന വാക്ക് അല്ലേ. അതുപോലെയുള്ള എഴുത്തുകാർ ഇപ്പം ഈ പറഞ്ഞ പോലെ വിഷ്ണുപ്രസാദ്, അതുപോലെ ശ്രീകുമാർ കരിയാട് വളരെ വ്യത്യസ്തമായിട്ട് കവിത എഴുതുന്ന ഇങ്ങനെയുള്ള ഒരുപാട് കവികൾ. ഇതുകൂടാതെ ഒരുപാട് കേരളത്തെക്കുറിച്ച് പറയുന്ന കവികളെ മുട്ടിട്ട് നടക്കത്തില്ലെന്നാണ് പറയുന്ന ആൾക്കാർ.
പക്ഷേ അത് പറയുമ്പോഴും ഞാൻ ഈ പറഞ്ഞ സബ്ജക്റ്റിവിറ്റി എന്നുള്ളൊരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. അതിലാണ് ഇത് ന്യായീകരിക്കപ്പെടുന്നത്. കാരണം സബ്ജക്റ്റ് ആകാൻ എല്ലാവരും ആഗ്രഹിക്കും, അല്ലേ? എനിക്ക് സംസാരിക്കാനൊരു ശേഷി കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ്. ക്യാൻ സബാൾട്ടൻ സ്പീക്ക് എന്നുള്ള ഗായത്രി സ്പിവാക്കിൻ്റെ ആ ചോദ്യം, എനിക്ക് സംസാരിക്കാൻ കഴിയുമോ? ഞാൻ ഇപ്പം കുമാരനാശാൻ്റെ കവിതകളിൽ ലീലയിലും നളിനിയിലും 2 സ്ത്രീകൾ യാത്ര ചെയ്യുകയാണ് കാമുകരെ അന്വേഷിച്ച്, സ്വന്തമായിട്ട് യാത്ര ചെയ്യുകയാണ്. ഒരാളുടെ കൂടെ ഒരു തോഴി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കാമുകനെ അന്വേഷിച്ച് ഈ പോകുന്ന സ്ത്രീകളൊക്കെ കുമാരനാശം എഴുതിയിട്ടുള്ളതാണ്. പിന്നീട് വരുന്ന എഴുത്തുകാരികൾ, ഇപ്പം കാമാഖ്യ എന്ന് പറയുന്ന ഒരു കവിത ആർ ലോബയുടെ, അതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊരു ക്ഷേത്ര ദർശനത്തെക്കുറിച്ചാണ്. കാമാഖ്യ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ പോകുന്നതിനെ കുറിച്ചാണ്. അവിടെ യോനി പൂജയുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് ആർ ലോബ വളരെ ഒരു വൃത്തത്തിലേക്കാണ് എഴുതുന്നത്, പക്ഷെ വളരെ സൂക്ഷ്മമായ വാക്കുകൾ ഉപയോഗിച്ചാണ് എഴുതുന്നത്. വൃത്തത്തിൽ എഴുതുന്നോ ഗദ്യത്തിൽ എഴുതുന്നോ ഒരു വലിയ പ്രശ്നമല്ല മലയാളത്തിൽ. എങ്കിലും ഗദ്യമാണ് കൂടുതൽ പേരും ഉപയോഗിക്കുന്നത് ഒരു ട്രെൻഡ് എന്നുള്ള നിലയിൽ. കാരണം ഗദ്യത്തിൽ വേറെ ചില ലോകവ്യാപകമായിട്ട് തന്നെ തമിഴിലൊക്കെ ഗദ്യമാണല്ലോ കൂടുതൽ വരുന്നത്. അതുകൊണ്ടൊക്കെ വരുന്ന മാറ്റമായിരിക്കാം, അല്ലേ? ഏതായാലും പക്ഷെ ഇപ്പോൾ ഒന്ന് ഒരു 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 അല്പം മങ്ങി നിൽക്കുന്നൊരവസ്ഥ മലയാളത്തിൽ കാണുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? എഴുതി വന്നവരൊക്കെ തന്നെ ക്ഷീണിച്ചു. പിന്നെ പുതിയ തലമുറ ഈ പറയുന്ന ഷീജാവക്കമൊക്കെ കടന്നു വരുന്നുണ്ട്, വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി എന്ന് പറയുമ്പം എഴുത്തപ്പോഴും പ്രതിസന്ധിയാണല്ലോ. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി എഴുത്തുകാരൻ നേരിടുന്നുണ്ട്. എന്തെഴുതും, അല്ലെങ്കിൽ അടുത്തത് എന്ത് കൊണ്ടുവരണം എന്നുള്ളൊരു പ്രതിസന്ധി ഇവിടെ രൂപപ്പെടുന്നുണ്ട്. അടുത്തത് നമുക്ക് മുന്നിലുള്ളത് സുകുമാരൻ ചാലികതയാണ്. ഒരു കവി എന്നുള്ളതിനപ്പുറം എനിക്ക് തോന്നുന്നു സുകുമാരൻ്റെ ഒരു വലിയ പ്രാധാന്യം ഗോത്രമേഖലയിൽ വളരെ സജീവമായി മറ്റിടങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് എഴുതിയ കവികളെ ചേർത്ത് വെച്ച, അതിനുവേണ്ടി വലിയ ശ്രമം നടത്തിയ കവികളിലൊരാളാണ് സുകുമാരൻ ചാലികത. ഇപ്പം കവിതയ്ക്ക് പുറത്തും ഗോത്രകവിത ഉൾപ്പെടെയുള്ള കവിതയെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാൻ, കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തിക്കാൻ സാഹസികമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, വളരെ സജീവമായി എഴുതിക്കൊണ്ടിരിക്കുന്ന കവികളിലൊരാളാണ് സുകുമാരൻ ചാലികത. എങ്ങനെയാണ് പുതിയ ഗോത്രകവിതയെ, ഒരുപക്ഷെ അശോകൻ മറയൂരിനും സുകുമാരൻ ചാലികതയ്ക്ക് ശേഷം ഗോത്രകവിത മലയാളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാറ്റം, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുതിയ ഇടങ്ങളിലേക്ക് പുതിയ കവികളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പുതിയ ഗോത്രകവികളെക്കുറിച്ച് ഒരുപക്ഷെ നമ്മുടെ സജീവമായിട്ട് നമ്മുടെ ചർച്ചകളിലേക്ക് വന്നിട്ടില്ലാത്ത കവികളെക്കുറിച്ചും അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് സുകുമാരൻ നോക്കി കാണുന്നത്? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഫെസ്റ്റിവലിലേക്ക് എന്നെ ക്ഷണിച്ചതിന് വളരെ സന്തോഷം അറിയിക്കുന്നു. നമ്മൾ ഒരു കാലത്ത് കേട്ട് അല്ലെങ്കിൽ നമ്മളെല്ലാവരും വായിച്ചിരുന്നത് മലയാള സാഹിത്യമാണ്. മലയാളത്തിലെ പല ജീവിത അനുഭവങ്ങളും മറ്റ് കാഴ്ചകളും എല്ലാം കവിതയിലൂടെ ഞാനും വായിച്ചിട്ടുണ്ട്, പലരും വായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വാമൊഴി സാഹിത്യമാണ്. ഒരിക്കലും ഒരു പുസ്തകത്തിലോ അല്ലെങ്കിൽ പേപ്പറിലോ വരാതിരുന്ന ഒരു സാഹിത്യം. വാമൊഴി സാഹിത്യം എന്ന് പറഞ്ഞാൽ ഒച്ചയും ബഹളങ്ങളൊക്കെ എല്ലാം കൂടി കലർന്നിട്ടുള്ള ഒരു കവിതയാണ്, ഒരു സാഹിത്യം. അത് കഥയായാലും പാട്ടായാലും കടങ്കഥയായാലും എല്ലാം ഞങ്ങളിൽ തന്നെ കൈമാറി, ഞങ്ങളിൽ തന്നെ ഒടുങ്ങി അവസാനിക്കുന്ന ആ സാഹിത്യത്തെ ഞങ്ങൾ എഴുതാൻ തുടങ്ങി. കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ. ആ എഴുത്തിലൂടെ ഞങ്ങൾ അവരുടെ ജീവിതം ശരിക്കും, അല്ലെങ്കിൽ കേരളം അറിയാത്ത, അല്ലെങ്കിൽ ലോകം ആദിവാസി സാഹിത്യത്തെ കുറിച്ച് പഠിക്കാത്ത, അറിയാത്ത ഒരു കാലത്തിൻ്റെ ഇടയിൽ ഞങ്ങളത് പുറത്തേക്ക് കൊണ്ടുവന്നു. അതെന്നെ ഞാനായാലും ആർക്കേട്ടപ്പാടി, ശിവലിംഗൽ, ധന്യവെങ്ങച്ചേരി, ശാന്തി പുനക്കൻ, അശോകൻ മറയൂരു, അങ്ങനെ ഒരുപാട് കവികൾ ഞാൻ എഴുതുമ്പോൾ തന്നെ അവരും എഴുതി പുറത്തേക്ക് വന്നു. അങ്ങനെയാണ് അതിലുള്ള ജീവിതം അശോകൻ കാണിച്ചത്. ഒരു തുണിയിൽ ഒരമ്മ അത് തന്നെ അലക്കി, അതിൽ തന്നെ അതുണക്കി, അതിൽ തന്നെ കിടന്നുറങ്ങി, അതിൽ തന്നെ മരണപ്പെട്ടു പോകുന്ന ഒരു ജീവിതം അശോകൻ മറയുടെ കവിതയിൽ വന്നു. ശാന്തി പനക്കൻ ഒരു മരം, കാട്ടുമരം, റേഷൻ കടയിൽ പോയിട്ട് അരി വാങ്ങിയിട്ട് വരുന്ന, അല്ലെങ്കിൽ പച്ചക്കറി
ഇറച്ചി വാങ്ങാൻ പോകുന്ന ഒരു കവിത എഴുതി. ശാന്തി പനക്ക്. ധന്യ വേങ്ങച്ചേരി ഞണ്ട് പിടിക്കുന്ന രാമനെയും ലക്ഷ്മണനെയും സീതയെയും എഴുതി ആദിവാസി സാഹിത്യത്തിൽ. ഇത്തരത്തിലുള്ള ഒരുപാട് ജീവിത കാരങ്ങളെയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിലേക്ക് ഞങ്ങളുടെ നന്മകളെയും ഞങ്ങളുടെ സന്തോഷങ്ങളെയും എഴുത്തിലൂടെ കാണിക്കാൻ തോന്നിയത്. അത് ഒരു പക്ഷേ മറ്റുള്ളവർ അനുഭവിക്കാത്ത ഒരു ലോകമായിരിക്കാം. ആ ലോകത്തെയാണ് ഞങ്ങൾ കേരളത്തിൽ ലോകത്തിന് വേണ്ടി കാണിച്ചു കൊടുത്തത്. അങ്ങനെയാണ് കുറച്ച് എഴുത്തുകാരെ കൂട്ടി ഞാൻ തന്നെ സംഘടിപ്പിച്ച് ഞാൻ തന്നെ അവരുടെ കവിതകൾ വാങ്ങി എഡിറ്റ് ചെയ്ത് ഇറക്കിയ കേരള ചരിത്രത്തിൽ ആദ്യമായി DC ബുക്ക് ഇറക്കിയ ഈ പുസ്തകം. സുരേഷ് മാവിലനും ഞാനുമാണ് അതിൻ്റെ എഡിറ്റർ. ഇതിൽ ആ കവിത മൊത്തം അവരുടെ ജീവിതമുണ്ട്. ആ ജീവിതമാണ് ഈ കവിതയിൽ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ വേറെ പലരും പലതരത്തിലുള്ള പുസ്തകങ്ങൾ ഇറക്കി, കഥയായാലും നോവലായാലും എല്ലാ തരത്തിലും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മണികണ്ഠൻ അട്ടപ്പാടിയുടെ മല്ലീശ്വരമുടി അട്ടപ്പാടിയുടെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതും അവരുടെ ആ സമുദായത്തിന്റെ ജീവിതമാണ്. ധന്യവേങ്ങച്ചിയുടെ മുലനീര് അത് ഉറങ്ങി. അശോകന്റെ പച്ച വീട് അതും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പുസ്തകം വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതം, ആ ജീവിതത്തിൽ നിന്നാണ് ഈ ഒരു പുസ്തകം പിറവിയെടുത്തത്. അത് ഇപ്പോൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റി, കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ 16 കവികളുടെ പുസ്തകം അവർ ഈ അടുത്ത് ഇറങ്ങാൻ പോവുക. ഇതൊക്കെ വലിയ ലോക സാഹിത്യത്തിലേക്ക് ഞങ്ങളുടെ ഗോത്ര സാഹിത്യം വളർന്നു എന്നത് ആണ് ഇതിലൂടെ ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. സമകാലിക മലയാള കവിതയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സവിശേഷമായ ചില മാറ്റങ്ങളെ സൂചിപ്പിക്കുകയാണ് ഇത്ര നേരവും ചെയ്തിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും സമകാലിക മലയാള കവിതയെക്കുറിച്ച് പറയുന്ന സമയത്ത് അതിന് 30 വർഷമൊക്കെ പറയുമ്പോഴും 90-കൾക്ക് ശേഷം 90 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിൽ നിന്ന് മാറി ഒരുപക്ഷെ 2000-ന് ശേഷം കവിതയിൽ വന്നുപെട്ടിട്ടുള്ള വലിയ സ്വാതന്ത്ര്യങ്ങളുണ്ട്. മലയാളികൾ എന്നുള്ള അർത്ഥത്തിൽ, കേരളീയർ എന്നുള്ള അർത്ഥത്തിൽ അനുഭവിച്ചിട്ടുള്ള മറ്റൊരുപാട് ഡിസിപ്ലിനുകളുടെ, വിഭാഗങ്ങളുടെ, മേഖലകളുടെ കടന്നുവരവ്, അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇന്ന് നമ്മൾ പുതിയ ഈ പറയുന്ന OTT ഒക്കെ കാലത്തിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ സമഗ്രമായി മാറ്റുന്ന അനുഭവങ്ങളിലേക്ക്, വിഷ്വലായിട്ടുള്ള അനുഭവങ്ങളിലേക്ക്, റീലുകളിലേക്ക്, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള അനുഭവങ്ങൾ മലയാളികളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഇതൊക്കെ തീർച്ചയായിട്ടും മുമ്പ് ഒരു സമാഹാരത്തിന് എഴുതിയതുപോലെ ചവിട്ടിപ്പോയ ചാണകം വരെ കവിതയെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ജീവിതം എല്ലാ അർത്ഥത്തിലും മലയാളിയെ കേരളീയ കവിതയെയൊക്കെ മാറ്റി തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്നും സജീവമായിട്ട് കവിതയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ, ഈ കാലഘട്ടത്തിൽ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ഒരുപക്ഷെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഇത്രയും വലിയ വിഷ്വൽ മീഡിയ ഉൾപ്പെടെയുള്ള മീഡിയകൾ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭാഷയിലൂടെ, എഴുത്തിലൂടെ ഇടപെടാൻ ശ്രമിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ എന്താണ് എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ നേരിടുന്ന പുതിയ കാലത്ത് ഈ സമകാലിക മലയാള കവിതയുടെ പരിസരത്ത് നിന്നുകൊണ്ട് എഴുതാൻ ശ്രമിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്താണ് എന്ന് വളരെ വ്യക്തിപരമായി കൂടി സംസാരിക്കാവുന്ന, വളരെ കുറഞ്ഞ സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിൻ്റെ കൂടെ ഒരു കവിത വേണമെങ്കിൽ വായിക്കാം സമയം കുറച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതിന് ഒരു മറുപടി എന്നുള്ള നിലയിലും പറയാമെന്ന് തോന്നുന്നു. നമുക്ക് ജോസഫ് മാഷിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, അല്ലെങ്കിൽ സന്ദേശിയിലേക്ക് പോകണോ? ഓക്കെ, നമുക്ക് സന്ദേശിയിലേക്ക് പോവാം. മലയാള കവിത നേരിടുന്ന പ്രതിസന്ധികൾ പലതുണ്ട്. ഏത് കാലത്തും വായനക്കാർ വളരെ കുറവ് മാത്രമുള്ള ഒരു വിഭാഗമാണ് കവിതയുടേത്. വളരെ ന്യൂനപക്ഷമാണ്. കവിത വായിക്കുന്നവർ കുറവാണ്. പക്ഷെ ആ വായിക്കുന്നവരെ വളരെ ഗൗരവമായി കവിതയെ കാണുന്നവരൊക്കെ തന്നെയാണ്. പക്ഷേ എങ്കിലും ഒരു കവിക്ക് തൻ്റെ കവിത ജനങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ തൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുക, അതിനൊരു മാർക്കറ്റ് ഉണ്ടാവുക, ഇതെല്ലാം വേണം. അങ്ങനെയാവുമ്പോൾ പൊതുവെ പ്രസാധകരെ സമീപിക്കുമ്പോൾ കേൾക്കുന്നത് കവിത അങ്ങനെ ചിലവാകുന്നില്ല, കവിതയ്ക്ക് വായനക്കാരില്ല, നോവലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കവിതയ്ക്ക് വായനക്കാരില്ലാത്തതാണോ, കവിത വേണ്ടതുപോലെ വായനക്കാരിൽ എത്താത്തതാണോ, എന്താണ് പ്രശ്നം എന്നറിയുന്നില്ല. നേരത്തെ വളരെ അനൗപചാരികമായിട്ട് വിമീഷിനോട് ഇക്കാര്യം ഞങ്ങൾ സംസാരിക്കുകയൂടി ചെയ്തു.
പല പ്രസിദ്ധീകരണശാലകളിലും പുസ്തകം വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ കവിതാ പുസ്തകങ്ങൾ മുൻനിരയിൽ കാണുന്നില്ല. അത് പുറകിൽ എവിടെയോ ആണ്. ആരെങ്കിലും ചോദിക്കുമ്പോൾ മാത്രം ഇങ്ങനെ ഒരു പുസ്തകമുണ്ട് എന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ എല്ലാവരും തന്നെ അനുഭവിച്ചു വരുന്നത്. അത് എത്ര പ്രശസ്തരായ കവികളായാലും വേണ്ടില്ല, എങ്ങനെ എഴുതുന്നവരായാലും വേണ്ടില്ല, പൊതുവെ കവിതാ പുസ്തകങ്ങൾക്ക് പലയിടത്തു നിന്നുള്ള ഭീഷണികളിൽ പലതിലൊന്ന് ഇത് തന്നെയാണ്. കവിതയ്ക്ക് വേണ്ടത്ര വിതരണമോ അതിന് വേണ്ട ഒരു പ്രോത്സാഹനമോ കിട്ടുന്നില്ല എന്നത് തന്നെയാണ് സത്യം. പിന്നെ ഒരുപാട് കവിതയ്ക്ക് എതിരായിട്ട് കവിത എഴുതാൻ എന്തൊരു എളുപ്പമാണ്. ഒരു 4 വരി എഴുതിയ കവിതയായി. കഥ എഴുതുന്നത് അങ്ങനെയാണോ, നോവൽ എഴുതുന്നത് അങ്ങനെയാണോ എന്നൊരു ചിന്ത. കവിത എഴുതാൻ വളരെ എളുപ്പമാണ്. ഒരു പേജ് എഴുതിയ കവിതയായി. 12 കവിതകൾ ഒരു കൊല്ലത്തിൽ വന്ന അങ്ങനെ ഒരു 2 കൊല്ലത്തിനകത്തൊരു പുസ്തകമായി. അപ്പൊ കവിത എഴുതൽ വളരെ എളുപ്പമാണ് എന്നുള്ളൊരു അബദ്ധ ധാരണയും കൂടി വളരെ ശക്തമായിട്ട് പ്രചരിച്ചു വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കവിതയുടെ വായനക്കാരെ അകറ്റുന്നുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. പല പ്രതിസന്ധികളിൽ 1-2 സൂചിപ്പിച്ചു എന്ന് മാത്രം. അതായത് ഈ കവിതയെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം, കവിതയുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അത് ഹൈലി പൊളിറ്റിക്കലാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞതനുസരിച്ച് തന്നെ ദളിത് കവിത, അല്ലെങ്കിൽ ആദിവാസി കവിത, അല്ലെങ്കിൽ മെയിൻ സ്ട്രീം കവിത, സ്ത്രീ കവിത, ഇത് തന്നെ ഒരു പൊളിറ്റിക്സ് ആണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയമോ ഒക്കെ ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കവിതകൾ വായിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല. എൻ്റെ ഒരു വരി കവിത വായിച്ചാലും കവിത വായനയായി, അതെവിടുന്നെങ്കിലും വായിക്കുമായിരിക്കും. അല്ലാതെ നമ്മൾ കവിതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റ് ഇതര വിഭാഗങ്ങൾ നോക്കുക, അങ്ങനെ ഉണ്ടോ? ദളിത് നോവൽ എന്ന് പറഞ്ഞ് എത്ര എണ്ണം എടുക്കാൻ പറ്റും? കുറച്ചല്ലേ ഉള്ളൂ. അല്ല ട്രൈബൽ നോവൽസ് എത്ര ഉണ്ട്? അധികം ഇല്ല. അല്ല അങ്ങനെ ഒരു ശക്തമായ ഒരു ധാര മറ്റ് സാഹിത്യ വിഭാഗങ്ങളിൽ ഇല്ല. അതിലൊക്കെ വിഷയങ്ങളുണ്ട്. ഈ പറയുന്ന സ്ത്രീ വിഷയമുണ്ട്, ദളിത് വിഷയങ്ങളുണ്ട്, ട്രൈബൽ വിഷയങ്ങളൊക്കെ വരുന്നുണ്ട് അതിനകത്ത്. പക്ഷേ അതിന് ഇതുപോലെ ശക്തമായ ഒരു ധാരയായി നിൽക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയല്ലേ? ഒരു പ്രത്യേക ധാരയായിട്ട് നിൽക്കാൻ പറ്റിയിട്ടില്ല. ഈ പ്രത്യേക ധാര എന്ന് പറയുന്നത് നമ്മൾ ഡേ ടു ഡേ പൊളിറ്റിക്സ് തന്നെയാണ് നമ്മൾ കാണുന്നത്. രാഷ്ട്രീയത്തിലാണെങ്കിലും തെരഞ്ഞെടുപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, ഇനി ജോലിക്കാണെങ്കിലും PSCയിൽ ജോലി കിട്ടുന്നതിനാണെങ്കിലും ഒക്കെ തന്നെ വരുന്ന ഒരു പൊളിറ്റിക്സ് ഇതിനകത്തുണ്ട്. സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വേണം, അല്ലെങ്കിൽ ദളിതർക്ക് വേണം, ആദിവാസികൾക്ക് സീറ്റ് വേണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വളരെ വ്യക്തമായ ഒരു കാര്യമാണ് ഇത്. ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ കവികൾ വരുമ്പോൾ അവർ പെട്ടെന്ന് ശ്രദ്ധിക്കും. ഇപ്പം ആദ്യം പെട്ടെന്ന് ശ്രദ്ധിച്ചു. അശോക് മറയൂരും ചാലിക്കത്തെയും ധന്യാവങ്ങച്ചേരിയും വന്നപ്പോൾ അവരെ ശ്രദ്ധിച്ചു. നമ്മൾ വന്നപ്പോഴും ശ്രദ്ധിച്ചു. സ്ത്രീകളായിട്ടുള്ള എഴുത്തുകാർ വന്നപ്പോഴും ശ്രദ്ധിക്കുകയും അവർക്ക് വലിയ അംഗീകാരങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കവിതകൾ ചിലവാകുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കവിത വായനയിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. കവിതയ്ക്കൊരാകെ മൊത്തം ഒരു കഥയില്ല. ഓരോ കവിതയും വേറെ വേറെ കിടക്കുകയാണ്. നമ്മൾക്ക് വായിച്ചു കഴിഞ്ഞ് എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നോവൽ വായിക്കും പോലെയോ ചെറുകഥ വായിക്കും പോലെയോ കൃത്യമായിട്ടൊന്നും കിട്ടാനില്ല. വളരെ അമൂർത്തമാണത്. അല്ലെങ്കിൽ അത് പിന്നെ വേറൊരു പരാജയം എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്യുന്നതിലൊരു പ്രശ്നമുണ്ട്. കവിതകൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധ, ഈ ഒരു തുടർച്ച കിട്ടാൻ വേണ്ടിയുള്ള തുടർച്ചയും ഇടർച്ചയും ആവശ്യമാണ് എഡിറ്റിങ്ങിൽ. അത് പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല. എഡിറ്റിങ്ങിൽ ശ്രദ്ധ കൊടുത്താൽ മാത്രമേ അത്തരത്തിൽ വായനയിലേക്ക് ജനങ്ങളുടെ വായനയുടെ ടെമ്പോ നിലനിർത്താൻ പറ്റുകയുള്ളൂ. അത് പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷേ എഡിറ്റിംഗ് അത്ര എളുപ്പമല്ല. എഡിറ്റിംഗ് വളരെ ബുദ്ധിമുട്ടാണ്. സ്വന്തം കവിതകൾ എഡിറ്റ് ചെയ്യാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അതുകൊണ്ട് എഡിറ്റിംഗ് എപ്പോഴും മറ്റൊരാളെ കൊടുത്ത് ചെയ്യിപ്പിക്കുകയായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ എൻ്റെ എഡിറ്റിംഗ് ഒക്കെ പലതും ചെയ്തിട്ടുള്ളത് വിനയേന്ദ്രൻ, അതുപോലെ N ശശീരൻ, അവരെ കൊണ്ടൊക്കെയാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരു കവിത വായിച്ച് അവസാനിപ്പിക്കാം. ഇത് മരിച്ചുപോയ ബിനു M പള്ളിപ്പാട് എന്ന് പറയുന്ന ഒരു ദളിത് കവി ഉണ്ടായിരുന്നു. വലിയ മ്യൂസീഷ്യനുമായിരുന്നു, പുല്ലാങ്കുഴൽ വാദകനായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് മരിച്ചു പോവുകയുണ്ടായി. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ ഒരു കവിതയാണ്, കൊച്ചു കവിതയാണ് പുല്ലാങ്കുഴൽ. എനിക്കൊരു പുല്ലാങ്കുഴൽ വഴിയിൽ കിടന്ന് കിട്ടി. ഞാനത് ഊതി വെറുതെ ശബ്ദമുണ്ടാക്കി. എനിക്കത് ഊതുവാൻ അറിഞ്ഞുകൂടായിരുന്നു. ഇതിൻ്റെ ഉടമ ആരാണ്? അയാൾ എന്തിനാണ് ഇത് വഴിയിൽ ഉപേക്ഷിച്ചത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് അയാൾക്ക് നഷ്ടപ്പെട്ടത്? ആ വഴി പൂഴിമണ്ണുള്ളതിനാൽ ഞാൻ മണ്ണിൽ കണ്ട കാൽപ്പാടുകളെ പിന്തുടർന്നു. കുറെ ദൂരം കാൽപ്പാടുകൾ വ്യക്തമായിരുന്നു, പിന്നീടത് കാണുന്നില്ല.
ഞാൻ എൻ്റെ യാത്ര അവസാനിപ്പിച്ചു മടങ്ങി. ആ പുല്ലാങ്കുഴൽ ഞാൻ ഇപ്പോഴും എൻ്റെ കൊച്ചു മൺകുടലിൽ സൂക്ഷിക്കുന്നുണ്ട്. ഉടമസ്ഥൻ മടങ്ങി വരില്ലായിരിക്കാം, പക്ഷേ എനിക്ക് അയാളെ കാത്തിരിക്കേണ്ടതുണ്ട്. ഇവിടെ വരാനും പങ്കെടുക്കുവാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. സുകുമാരൻ. കവിതയുടെ പേര് വെളുത്ത. അക്കരെ ഇക്കരെ മരക്കൊമ്പിൽ വെച്ച് കുളിക്കിന്റെ പുള്ളമോ ഉരുപ്പി ഉരുപ്പി തീ വെളുപ്പിക്കിന്റെ മണ്ണാനമോ മുതുചിക്കി ചെക്കി ചിനാക്കി മുള്ളപ്പന്റിനെ മലഞ്ചോണ്ട് പല്ലു ചിന്ന ചെന്നായിന്റെ പല്ലുക്കു കരിമുണി. അങ്ങോട്ട് പോയില്ലേ മീനുവാ നേരത്തെ കഞ്ചിയാട്ട. ആ പൂയന്നിട്ട് ഇറുക്കി ഇറുക്കി കറിക്ക് തറിക്കിണ്ട്. ഗുളഗുളഗുളോന്റെ മുതൽ നീരവ് തിന്ന ഗുള്ള പാമ്പു നീരിലി നടുപരേട്ട ഇങ്ങക്ക് വരണ്ട. ബട്ട തിരികെ കുമ്പട കുത്തി മറിഞ്ചു പുവേലി മൂന്ത പള്ളിട് കുടുംബേ പാറ ബെങ്കിലി ചിറാകു പാട്ടിച്ചു കളപരച്ച ചൂരി ചട്ടോരു പൊട്ടോരുണ്ട് കുട്ടാന്റെ മരബേട്ട കുതിയുന്ന മരാക്കുത്തി പുള്ളുകു പിച്ചത് പൊളിച്ച കുപ്പര മണ്ടിക്കു പിടിവെച്ച് ചട്ടോരു പൊട്ടോരന്റെ ചിറാകരഞ്ചു കൂമ്മയെ പാറ പകലില്ല കാവളത്തിൽ ഒളിച്ച കാട് കോയിന്റെ കുളക്കളോ തിറയാണ ബംഗലി കാടിലൊരു പൂ മുളച്ച. താങ്ക് യു. എൻ്റെ ഒരു അഭിപ്രായവും ഒരു ചെറിയ കവിതയും വായിച്ചിട്ട് നിർത്താം. ഈ ഒരു കാലഘട്ടത്തിൽ കവിത എഴുതുന്ന ഒരാൾ എന്നുള്ള നിലയിൽ വളരെ ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. കവിത അന്വേഷിച്ച് വായിക്കുന്നൊരു വലിയ കൂട്ടം, അത് സോഷ്യൽ മീഡിയയിലുള്ള വലിയ ആർപ്പുകൾക്കൊക്കെ അപ്പുറം കവിത ഇഷ്ടപ്പെടുന്ന, വളരെ സജീവമായി സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യം, കവിത ഒരു ഓട്ട മത്സരമല്ല എന്നുള്ളതാണ്. എത്ര എണ്ണം എന്നുള്ളതല്ല അതിൻ്റെ ശക്തി. കവിത നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ ലോകത്ത് പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന വലിയ പല വിധത്തിലായ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട്. കവിത തീർച്ചയായിട്ടും ഒരു മാധ്യമം എന്നുള്ള നിലയിൽ അതിനെ നേരിടേണ്ടതുണ്ട്. കഴിഞ്ഞ എത്രയോ കാലമായി, നൂറ്റാണ്ടുകളായി കവിത സജീവമായി അത് ചെയ്തു പോകുന്നതാണ്. പുതിയ കാലത്തും അത് ചെയ്യുക എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ്. അഡാപ്റ്റ് ചെയ്യുക, ആവശ്യമുള്ളത് മറ്റ് ഡിസിപ്ലിനുകളിൽ നിന്ന് സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. ഒരു കവിത വായിക്കുന്നു. കവിതയുടെ പേര് ഒരുപാട് ദാരിദ്ര്യം പിടിച്ച ഈ കവിതയ്ക്കൊരു ലൈക്ക്. 1. ഈ കവിതയുടെ കുടുംബകഥ കേട്ടാൽ നിങ്ങൾ കരഞ്ഞു പോകും. ഒരുപാട് ദാരിദ്ര്യം പിടിച്ച ഈ കവിതയുടെ അച്ഛൻ കവിത പാവം പിടിച്ച ഒരു IAS കാരനായിരുന്നു. മുഴുവനായും ശീതീകരിച്ച ഒരു മുറിയിൽ നിശബ്ദനായി തണുത്തു വിറച്ചാണ് അദ്ദേഹം പണിയെടുത്തുകൊണ്ടിരുന്നത്. രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ച് ഓഫീസിലേക്ക് പുറപ്പെട്ടാൽ പിന്നെ ഒരു വെള്ളം കിട്ടണമെങ്കിൽ ആയിരക്കണക്കിന് സെക്കൻഡുകൾ കഴിയണമായിരുന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ ഒരു വറ്റുപോലും അധികം കഴിക്കാനാവാത്ത അവസ്ഥയിലുള്ള അദ്ദേഹത്തിന്റെ നിലവിളി സഹപ്രവർത്തകരുടെ കുടലലിയിച്ചിരുന്നു. അലിഞ്ഞ കുടലുമായി തന്നോടൊപ്പം ജീവിക്കേണ്ടി വന്ന മനുഷ്യരുടെ മുഖത്ത് നോക്കാനാവാതെ സർക്കാർ വക കാറിൽ ഇരുന്ന് തലകുനിച്ച് പോകേണ്ടി വന്ന ഈ കവിതയുടെ, അച്ഛൻ കവിതയുടെ അനുഭവം ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. 2. ഒരുപാട് ദാരിദ്ര്യം പിടിച്ച ഈ കവിതയുടെ ഓരോ വരിയിലും 1ഓ 2ഓ ധ്വനികളിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല. സ്വന്തമായി നാനാർത്ഥമുള്ള ഒരു വാക്കുപോലും എടുത്തുപയോഗിക്കാൻ കഴിയാത്തതിലുള്ള ദുഃഖം കടിച്ചിറക്കിയാണ് ഒരുപാട് ദാരിദ്ര്യം പിടിച്ച ഈ കവിത സ്കൂളിൽ പോയിരുന്നത്. ഒരിക്കൽ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ കിട്ടിയ ഒരു ഉപമയെ വെള്ളത്തിലിട്ട് കഴുകി 2 ദിവസം വെയിലത്തിട്ട് ഉണക്കി ഡേറ്റ് കഴിഞ്ഞ പൗഡർ ഇട്ടാണ് ഉപയോഗിച്ചത്. അത് വായിച്ച് കുറ്റം പറയാത്തവർ അടുത്ത ജില്ലയിൽ പോലും ഉണ്ടായിരുന്നില്ല. സംഗീതം വശമുള്ളവർക്ക് പാടാൻ കഴിയുന്ന ഒരു കവിതയായിരിക്കണമെന്നായിരുന്നു ചെറുപ്പത്തിൽ ഈ കവിതയുടെ വലിയ ആഗ്രഹം. പക്ഷെ വലുതായപ്പോൾ വരി മുറിച്ച് മുറിച്ച് സാമ്പാറിന്റെ കഷ്ണം പോലെ അരിഞ്ഞു കളഞ്ഞത് ഈ കവിതയുടെ ഹൃദയത്തിൽ വലിയ മുറിവാണ് ഉണ്ടാക്കിയത്. 3. ഒരുപാട് ദാരിദ്ര്യം പിടിച്ച ഈ കവിതയുടെ പെങ്ങൾ കവിതയുടെ അടിവയറ്റിൽ ഒരു സംസ്കൃത വൃത്തം കറങ്ങുന്നുണ്ടായിരുന്നു. വീട്ടുകാരോട് പറയാതെ ഒളിച്ചു വെച്ചെങ്കിലും ഒരു PhD കാരൻ എടുത്ത് പുറത്തിട്ട് അലക്കിയത് ഒരു സൈബർ തെരുവിലാണ്. കേസ് കൊടുക്കാനോ മീറ്റു പറയാനോ ഉള്ള തൊലിക്കെട്ടി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അത് മഠത്തിൽ ചേർന്നത്. അവിടുന്നാണ് സോളമന്റെ ഗീതങ്ങളെ പരിചയപ്പെടുന്നതും അതിലൊരു ഗീതവുമായി ഒളിച്ചോടുന്നതും.
പക്ഷേ ഓടിയതുകൊണ്ടും ചാടിയതുകൊണ്ടും ഒരുപാട് ദാരിദ്ര്യം പിടിച്ച ഈ കവിതയുടെ, പെങ്ങൾ കവിതയുടെ നെഞ്ചിലെ കപാലി മാറിയിരുന്നില്ല. സംഭവിക്കാനിരുന്നത് അതിലും ഭീകരമായിരുന്നു. കൃത്യം 10 മാസവും 11 ദിവസവും കഴിഞ്ഞപ്പോൾ പെങ്ങൾ കവിത ഒരു മരക്കവിത പ്രസവിച്ചു. നിരൂപകർ മൂക്കത്ത് വിരൽ വെച്ച് കരഞ്ഞുപോയി. 4. ഒരുപാട് ദാരിദ്ര്യം പിടിച്ച ഈ കവിതയുടെ അച്ചാച്ചൻ കവിത നെഹ്റുവിനോടൊപ്പം ജയിലിൽ കഴിഞ്ഞിരുന്നു. നെഹ്റു ഇന്ത്യയെ കണ്ടെത്തിക്കൊണ്ടിരുന്നപ്പോൾ വിശക്കുന്നയ്യോ വിശക്കുന്നയ്യോ, ഭക്ഷണം തായോ ഭക്ഷണം തായോ എന്ന പരസ്യവാചകം ചരിത്രത്തിൽ ആദ്യമായി മുദ്രാവാക്യമായി മുഴക്കുന്നത് ഈ അച്ചാച്ചൻ കവിതയാണ്. അന്നതിന് കൊണ്ട ചവിട്ടുകൾ, അതിന്റെ നട്ടലിലും മറ്റും ചാർത്തിയ ലോഗോ വില്യൻ ലോഗൻ പോലും മറന്നിട്ടുണ്ടാവില്ല. പുറത്തിറങ്ങിയ അച്ചാച്ചൻ കവിതയെ മാലയിട്ട് സ്വീകരിക്കാനായി സ്വാമി വിവേകാനന്ദൻ, താന്തിയ തോപ്പി, ചന്ദ്രശേഖർ ആസാദ് മുതലായവർ കാത്തു നിൽക്കുന്നത് കണ്ട് വീണ്ടും അദ്ദേഹം ജയിലിലേക്ക് തിരിച്ചു പോവുകയാണുണ്ടായത്. പിന്നീട് ഈ അച്ചാച്ചൻ കവിതയെക്കുറിച്ച് ജയിൽ രേഖകളിൽ പോലും ഒരു മുട്ടുസൂചി പോലും കാണുന്നില്ല. ചർച്ചകൾ എവിടെയും അവസാനിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി. Thank you, Madam Sandhya E, Mr. S. Joseph, Mr. Sukumaran Challigada, and Mr. Vimish Manyar. Thank you so much, sir. This was our first session, Latest Trends in Malayalam Poetry. Thanking our session partner Polestar Furniture Private Limited, and thanking the other partners for the day: Platinum partner Ramaya University, University of Applied Science; Golden partner Elsita, Elsia, Karnataka Tourism; Silver partner Pali Institute Kalaburgi, Prarthana World School; Associate partner MG Motors, Sapna Book House, Salt, Sheshadripuram Educational Trust, Kaveri Hospital, Selco, Siri, Kaveri Emporium. Our session partners Abharana, Alvas, Andolana, Ankita Pustaka, Bhavani Industries, Blossoms, Siddhalingeshwara Book Depot, Harivu Books, Kambada Kone, Polestar, Shraddhas, Tallurs, Tescom, Vidyarthi Bhavana, and She SR. Our print media partners Prajavani, Deccan Herald, Mathrubhumi, Andhra Jyoti. Radio partners Big FM, digital media partners South First, and institutional partners Alvas Moodbidre, NMKRV, and Surana Educational Institutions. Thank you.